ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 പറയുന്ന വചനമാണ്. കൂട്ടുകാരെ, നമ്മൾ പലരും ഇന്ന് പലവിധ പ്രയാസത്തിലിരിക്കുന്നവരാകാം. ജോലിഭാരത്തിലായിരിക്കാം, ജോലിയില്ലാത്ത വിഷമത്തിലായിരിക്കാം, നമ്മുടെ വിസയുടെ പല പ്രശ്നങ്ങളാവാം, നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോകുന്ന അവസരത്തിൽ പല രീതിയിൽ കുടുംബത്തിലെ പല പ്രശ്നങ്ങളാവാം, കടഭാരത്തിലാവാം, നമ്മുടെ ഓരോ ജീവിതത്തിൽ പല രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാതിരിക്കുന്ന അവസ്ഥയിലാവാം. നമ്മൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. പലപ്പോഴും നമ്മൾ നിസ്സഹായരാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഇനി നമ്മുടെ മുൻപോട്ടുള്ള പ്രതീക്ഷകളൊന്നും തന്നെയില്ല. നമ്മൾ പ്രതീക്ഷിച്ചവരൊന്നും നമ്മളെ സഹായിക്കാൻ പലരുണ്ടാവില്ല. നമ്മൾ ആരെയൊക്കെ പ്രതീക്ഷിച്ചാലും ദൈവത്തിന് നമ്മുടെ ഭാരം ഏൽപ്പിച്ചു കൊടുക്കുക. മറ്റുള്ളവർ മനുഷ്യരാണ്, അവരൊന്നും നമ്മുടെ വിഷമങ്ങൾ അവരോട് പറഞ്ഞാലൊന്നും നമ്മുടെ വിഷമങ്ങൾ മാറില്ല. നമ്മുടെ ഭാരം ദൈവത്തിന് ഏൽപ്പിച്ച് നോക്കിയോ, നമ്മുടെ എല്ലാ വേദനകളും കർത്താവ് ഏറ്റെടുത്തുകൊള്ളും, ആ കുരിശിൽ ഏറ്റെടുത്തുകൊള്ളും, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നമ്മൾ ഒരിക്കലും കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നമ്മുടെ ഏത് പ്രശ്നവും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനാൽ നമ്മൾ എന്ത് ഭാരത്താലാണ് ഇരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് എന്ത് പ്രശ്നത്തിലാണോ നമ്മളിരിക്കുന്നത്, നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു വേദനയിലാണോ, നിങ്ങൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് അതിൻ്റെ അടുപ്പിടും. കർത്താവ് നമ്മളെ താങ്ങിക്കൊള്ളും. നമ്മൾ ഒരിക്കലും കുലുങ്ങാൻ, നമുക്കൊരു പ്രശ്നം ഉണ്ടാവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിന് നന്ദി, സ്തുതി.